പോകണ്ടേ? ഉയ്, വീട്ടിൽ പോകണ്ടേ? വാ, ഡിസ്ചാർജായി. ഇത് പാണ്ടക്കെട്ടെല്ലാം എടുത്തു. വാടോ. ഗൈസ്, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ചുമയും പനിയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട്. ജനുവരി 9 മോന് പനിയെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും പോയി അഡ്മിറ്റ് ആവേണ്ട വന്നു. എൻ്റെ ടൈമിന് ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ അവരെന്നെ നോക്കേണ്ടതായ അവസ്ഥ വന്നു. എൻ്റെ മോന് 10ലെ ആദ്യത്തെ മോഡൽ പരീക്ഷ പോലും എഴുതാൻ പറ്റിയില്ല. പിന്നെ ഗാർഗിൾ ചെയ്യാനും ആവി പിടിക്കാനുമായിട്ട് നേഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ എൻ്റെ മോൻ ഇതാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് പണി. 4ാമത്തെ ദിവസമായപ്പം മൂത്ത ആൾ പോയി, ഇളയത്തുങ്ങൾ 2 പേരും കൂടെ പിന്നെ എനിക്ക് കാവൽ വന്നിരുന്നു കേട്ടോ. എൻ്റെ മക്കളാണ് എല്ലാ സഹായങ്ങളും ചെയ്ത് മരുന്നായിട്ടും ഫുഡായിട്ടും എല്ലാം എത്തിച്ചു തരുന്നതെല്ലാം പിള്ളേരായിരുന്നു. 5 ആയപ്പോൾ ഡിസ്ചാർജായി കേട്ടോ. എൻ്റെ മോള് നല്ല സുഖം ഉറക്കമാണ്. ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി ഞങ്ങൾ പോകാനുള്ളതെല്ലാം റെഡിയായിരിക്കുക. പോയി, വീട്ടിൽ പോകണ്ടേ? വാ, ഡിസ്ചാർജായി. ഇത് പാണ്ടക്കെട്ടെല്ലാം എടുത്തു. വാടോ. ചെരുപ്പിട്. പോണോ? അയ്യോ, എന്നിട്ട് വരുന്നില്ലേ? ചെരുപ്പിട്. ചെരുപ്പിടോ. ചേട്ടാ ഇപ്പോൾ ലിഫ്റ്റേ വരും. ഇവിടെ ഒരു സാധനത്തിന് ഈ സാധനത്തിന് എടുത്തോണ്ട് പോകണ്ടേ? അയ്യോ, എല്ലാം റെഡിയായി പോകാൻ. ഓക്കെ, നൈനിക്കിട്ട് വാടി എഴുന്നേറ്റ്. എന്നാ വേണ്ടേ കൊച്ചിന്? ഞങ്ങൾ ലിഫ്റ്റിൽ താഴോട്ട് ഇറങ്ങുന്നു. പിന്നെ ഓട്ടോയൊക്കെ പുള്ളി എല്ലാം ഏർപ്പാടാക്കി തന്നേച്ചാണ് പോയത്. അങ്ങനെ ഞങ്ങൾ സ്വതന്ത്രരായി പുറത്തിറങ്ങി ഇങ്ങനെ നടന്നു പോകുന്നു. അവൻ പോയി. മുറിയെല്ലാം ശുദ്ധികലശം ചെയ്ത് ഞങ്ങൾ കയറേണ്ടതായിട്ട് വന്നു. അങ്ങനെ പൊടിയും പൊട്ടും എല്ലാം കളഞ്ഞ് ഞങ്ങൾ മുറിയിലോട്ട് പ്രവേശിച്ചു. 3-4 ദിവസം ഭരിച്ച് കിടന്ന മുറിയല്ലേ, അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥകൾ. അങ്ങനെ 1.5 ദിവസത്തിന് ശേഷം മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് ഞങ്ങൾ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ വിശ്രമം എടുത്താൽ പിള്ളേർ സ്കൂളിൽ പോകുമ്പം അതുങ്ങളും ബുദ്ധിമുട്ടും. അത് കാരണം ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഒരു ചായ ആകാമെന്ന് ഒരു കരുതി ക്ലീനിങ്ങും ഒക്കെ തുടങ്ങി. വീട്ടിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് 3-4 ദിവസം പനിച്ച് കിടന്നപ്പോഴും കഞ്ഞി വെക്കും, ചെറുപയർ ഇടും, പിള്ളേർക്ക് വെച്ച് കൊടുക്കും. പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല, അതുങ്ങൾക്കും മേലാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പം ഗ്യാസ് മുഴുവൻ കേടായിപ്പോയി. അതിൻ്റെ അടി മുഴുവൻ കഞ്ഞി വെള്ളവും എല്ലാം വീണ് നല്ല പരുവത്തിലായിരുന്നു. ഏതായാലും വന്നു കഴിഞ്ഞപ്പം നല്ല പടിയായിരുന്നു. എനിക്ക് കൂടിപ്പോയ 2 ദിവസവും പിന്നീട് പാഴ്സൽ കൊണ്ടുവന്ന് അങ്ങനെയായിരുന്നു പിള്ളേരും ഞാനും ഫുഡ് കഴിക്കാൻ ശ്രമിച്ചു. എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും ആ പിള്ളേർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പിന്നെ പാഴ്സലായിട്ട് എത്തിയത്. ഗ്യാസിൻ്റെ ബർണറും എല്ലാം തുരുമ്പിച്ച അവസ്ഥയായിപ്പോയി. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എൻ്റെ അമ്മയും സഹോദരങ്ങളും നാത്തൂന്മാരും വന്നാണ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം. ക്യാമറക്കാരിയായ UKG-കാരിയും എഡിറ്റർമാരും ഒക്കെ ഒന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ, ക്ഷമിക്കുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇത്രയൊന്ന് ക്ലീനാക്കി എടുത്തപ്പം തന്നെ എനിക്കൊരാശ്വാസമായി. ബാക്കി ഇനി കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ, ചില്ലറയല്ല, നല്ലൊരു പണി.
ദേ ആശുപത്രി പോയേച്ച് വന്നപ്പോഴത്തേക്കിനും എൻ്റെ ചെടികളെല്ലാം മണി പ്ലാന്റും എല്ലാം വാടി ഒരു പരുവമായി. ഇനി അതിനെ വെള്ളം ഒഴിച്ച് ഉഷാറാക്കി എടുക്കണം. അങ്ങനെ ചായയും അടുപ്പത്തോട്ട് കയറി പടപടേന്ന് പരിപാടികൾ തുടങ്ങി. അപ്പോൾ ഈ പുതിയ വർഷത്തിലേക്ക് കടന്ന നമ്മൾക്ക് ദുരന്തങ്ങളോ മനുഷ്യരിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ ഉണ്ടാവാതെയും നന്മ നേർന്നുകൊണ്ടും ഞാനിവിടെ ചായ തിളച്ചിരിക്കുകയാണ്. ചായ ഞങ്ങൾ കുടിക്കാൻ റെഡിയാകുന്നു. ചായക്കായിട്ട് എല്ലാവരും അവിടെ വെളിയിൽ കാത്തിരിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് ചായ ഇട്ടിച്ച് കഞ്ഞിയും കൂടെ വെച്ചാൽ എളുപ്പമാകുമല്ലോ എന്നോർത്ത് അതും അടുപ്പത്ത് വെച്ചു. ഇനി തന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കാമല്ലോ. എല്ലാവർക്കും നന്ദി.